എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇത് എൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ കുറച്ച് ഷോർട്ട് വീഡിയോസൊക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് കോംബോ വീഡിയോസാണ്. അതായത് ഒരു മെയിൻ കോഴ്സും അതിൻ്റെ ഒരു സൈഡ് ഡിഷ് കൂടെ ചേർത്തിട്ടായിരിക്കും ഞാൻ ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. സിമ്പിൾ റെസിപ്പീസ് എല്ലാം ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് തന്നെ ഇനി അപ്ലോഡ് ചെയ്യും. അപ്പോൾ കുറച്ച് ഷോർട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എല്ലാവരും ഒന്ന് കാണുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ടേസ്റ്റിലുള്ള ഒരു വെജിറ്റബിൾ ബിരിയാണിയുടെയും അതിൻ്റെ കൂടെയുള്ള ഒരു സലാഡിൻ്റെയും റെസിപ്പിയാണ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഈ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും ഒക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഫ്യൂച്ചറിൽ എൻ്റെ കോംബോ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് തലേന്ന് രാത്രി വേണമെങ്കിലും മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം, അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചാലും മതി കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഞാനൊരു 3 മീഡിയം സൈസ് ഉരുളൻകിഴങ്ങ് ഒന്ന് ക്യൂബായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു പാത്രം എടുക്കാം. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ മറ്റതിൽ ചേർത്തതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ് ഇത്രയും ചേർത്ത് നമുക്കിതും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ തൈര് കുറച്ച് കട്ട തൈരാണ്. അപ്പോൾ ഞാനിതുകൊണ്ട് ഇതിൽ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. നിങ്ങളുടേത് ലൂസ് തൈരാണെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒന്ന് തിളപ്പിച്ച് നന്നായിട്ട് കഴുകി പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് ചേർത്ത് കൊടുക്കണം. ഒരു 2-3 വെള്ളത്തിൽ ഈ സോയാ ചങ്ക്സ് ഒന്ന് കഴുകി പിഴിഞ്ഞെടുക്കണം കേട്ടോ. അതിനുശേഷം ഇത് കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് ഇതും നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് റൈസിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനൊരു പോട്ടിലേക്ക് കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഹോൾ സ്പൈസസും ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ എങ്കിൽ മാത്രമേ നമ്മുടെ റൈസിന് കറക്റ്റ് പാകത്തിന് ഉപ്പ് പിടിക്കത്തുള്ളൂ. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കണം. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 2.5 കപ്പ് ബസ്മതി റൈസാണ്. അത് ഞാൻ ഒരു 10 മിനിറ്റ് മുമ്പ് തന്നെ കഴുകി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് സോക്ക് ചെയ്തതിന് ശേഷം അതിലെ വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞിട്ട് ഞാൻ ആ റൈസും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഈ റൈസ് ചേർത്ത് നിങ്ങൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് വേവിക്കാൻ വയ്ക്കുക. ഒരുപാട് വെന്ത് പോകണ്ട കേട്ടോ. ഒരു 80% വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഈ റൈസ് ഊറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ റൈസ് അവിടെ ഇരുന്ന് വേവട്ടെ. ആ സമയത്തിന് നമുക്ക് മറ്റൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് ഞാൻ കുറച്ചധികം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്ത സവാള ചേർത്ത് സവാള ഒന്നും പൊരിച്ചെടുക്കാം. അപ്പോൾ ഈ സവാള മൊരിച്ചെടുക്കുന്നത് അത് എത്രയാണോ നിങ്ങൾക്ക് വേണ്ടുന്നത് അതനുസരിച്ച് എടുക്കണം കേട്ടോ. ഞാൻ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. എനിക്ക് അധികം അത്ര അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ കുറച്ച് സവാള ഇതുപോലെ മൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം അതേ സെയിം എണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി വറുത്ത് കോരി എടുക്കാം കേട്ടോ. അപ്പോൾ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുക്കുമ്പോൾ ഒരുപാട് ഒരുപാട് കളർ മാറി വരരുത് കേട്ടോ. അതിന് മുമ്പ് തന്നെ നിങ്ങളിത് കോരണം. കാരണം പാത്രത്തിലിരുന്നും കൂടി ഇത് കുറച്ച് കളർ മാറും കേട്ടോ. അതുകൂടി വറുത്ത് കോരിയതിന് ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ചോറ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചോറൊന്ന് ഊറ്റി മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ പൊട്ടറ്റോ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ഡീപ്പ് ഫ്രൈ ചെയ്തൊന്നും എടുക്കണ്ട. ഇതുപോലെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് നമുക്കിത് കോരി മാറ്റാം കേട്ടോ. ഈ ഒരു പരുവത്തിന് ഫ്രൈ ആയാൽ മതി കേട്ടോ. ഇനി അതേ ഓയിലിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ സോയാ ചങ്ക്സും കൂടി ചേർത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കുറച്ച് സമയം എടുക്കും ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരാനായിട്ട്, ഒന്ന് റോസ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. പോട്ട് അടച്ചൊന്നും വെക്കേണ്ട കേട്ടോ. തുറന്ന് വെച്ച് തന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് ഈ പരുവത്തിന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഇത് കുറച്ച് എണ്ണ കുടിക്കുന്ന ടൈപ്പ് ഒരു സാധനം കേട്ടോ ഈ സോയാ ചങ്ക്സ്. അപ്പോൾ ഒരു സ്ട്രെയിനറിൽ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒരു സ്പൂൺ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിനകത്തേക്കുള്ള പിടിച്ചെടുത്തിട്ടുള്ള എക്സസ് ആയിട്ടുള്ള ഓയിലെല്ലാം ഇങ്ങ് പുറത്ത് പോകും. ആ ഓയിൽ അതിനകത്തിരുന്നാൽ നമ്മൾ കഴിക്കുമ്പോൾ ഒരു എണ്ണച്ചവ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനതിങ്ങനെ സ്ക്യൂസ് ചെയ്ത് എടുക്കാറുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേറൊരു വലിയ പോട്ട് വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കി ഓയിലും ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്തേക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം.
ഇത് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് ഒരു 3 സവാള ഞാൻ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീഡിയം സൈസ് സവാളയാണ്, ഒരുപാട് വലുതുമല്ല എന്നാൽ ചെറുതുമല്ല കേട്ടോ. അപ്പോൾ ആ ഒരു 3 സവാള സ്ലൈസ് ചെയ്തെടുത്തത് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 3 പച്ചമുളകും വളരെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത്, കുറച്ച് ഉപ്പ് ചേർത്താൽ മതി കേട്ടോ, കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കണം. അപ്പോൾ പോട്ട് അടച്ചു വെച്ച് കൊടുക്കുകയാണെങ്കിൽ വേഗം ഇതൊന്ന് വഴണ്ടി കിട്ടും കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് പോട്ട് തുറന്ന് നമ്മളൊന്ന് മിക്സ് ചെയ്ത് വഴറ്റി ഈ ഒരു പരുവത്തിൽ നമ്മൾ ഇത് വഴറ്റിയെടുക്കണം കേട്ടോ. ഒരുപാട് അങ്ങ് വഴണ്ടി പോവണ്ട, ഈ ഒരു പരുവത്തിലേക്ക് വഴറ്റിയാൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, അതിനുശേഷം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂൺ അടുപ്പിച്ച് മുളക് പൊടി കൂടെ ചേർക്കാം. പിന്നെ ഗരം മസാലയും പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകത്തിൻ്റെ പൊടി എന്ന് പറയുന്നത് നമ്മൾ പെരിഞ്ജീരകം പച്ചയ്ക്ക് പൊടിച്ച പൊടിയാണ് കേട്ടോ. അപ്പോൾ ആ പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കിതിൻ്റെ പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്യാരറ്റ് ഒരു ക്യാരറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ, ഒരു മുഴുവൻ ക്യാരറ്റ് ഒന്ന് ക്യൂബാക്കി അരിഞ്ഞെടുത്തത് ചേർത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/2 തക്കാളിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി എൻ്റെത് കുറച്ച് വലിയ തക്കാളി കണ്ടാണ് ഞാൻ 1/2 തക്കാളി എടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ, ഒരു വലിയ ടേബിൾ സ്പൂൺ തൈര് ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ തൈരിന് പുളിപ്പ് കുറവാണ്, അതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർത്തത്. നിങ്ങൾക്ക് തൈരിൻ്റെ പുളി അനുസരിച്ച് നിങ്ങൾ തൈര് ചേർത്ത് കൊടുക്കുക കേട്ടോ. കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കണം. നമ്മുടെ ഈ ക്യാരറ്റ് വെന്ത് വരുന്നതാണ് പാകം കേട്ടോ. ക്യാരറ്റ് വെന്ത് വരുന്നത് വരെ നമുക്കിത് അടച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കണം. ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമ്മുടെ ഇതിൻ്റെ സൈഡിൽ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരും കേട്ടോ. അപ്പോൾ ആ ഒരു പരുവം വരെ നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇത് നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് നമ്മുടെ ആ ഒരു അരപ്പ് കറക്റ്റായി കഴിയുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങും സോയാ ചങ്ക്സും കൂടി ചേർത്ത് കൊടുക്കാം. ഇതുകൂടി ചേർത്ത് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ നോക്കിക്കൊള്ളണം കേട്ടോ. ഉപ്പൊക്കെ പാകത്തിന് നിങ്ങളിതിൽ ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഞാനിതിൽ കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ പുതിനയില ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞതുകൊണ്ടാണ് ഞാൻ ചേർക്കാഞ്ഞത്. അപ്പോൾ മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ടിത് മിക്സ് ചെയ്ത് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഒരു സൈഡ് ഡിഷായിട്ട് എനിക്ക് തോന്നി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ. അപ്പോൾ എന്തായാലും ഇനി നമുക്കിത് ദം ചെയ്തെടുക്കാം. അപ്പോൾ അതിനെ ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കണ്ടോ, ചോറ് ഒട്ടും കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല, ഒന്നിനൊന്നും ഒട്ടാതെ തന്നെ കിടക്കുന്നുണ്ട്. ഒരു 80% മാത്രമേ നമ്മൾ വേവിക്കാവൂ കേട്ടോ. ഇല്ലെങ്കിൽ ദമ്മും കൂടെ ചെയ്തെടുക്കുമ്പോൾ ഇത് കുഴഞ്ഞു പോവും. അപ്പോൾ ഞാൻ ഇത് ലെയറൊന്നും ചെയ്യുന്നില്ല, കുറച്ച് ചോറേ ഉള്ളതുകൊണ്ട് ഞാനിത് മൊത്തത്തിൽ ഒരുമിച്ചങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെ, ഞാൻ ചോറ് മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഞാൻ ഏകദേശം ഒരു ടീസ്പൂൺ നെയ്യോളം ഇതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, കുറച്ച് മതിയെങ്കിൽ അത് കുറച്ച് ചേർക്കാം. അതിനുശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ചേർത്ത് കൊടുക്കാം. കുറച്ചധികം ഫ്രൈ ചെയ്തതാണ്, മക്കൾ സ്കൂളിൽ നിന്ന് വന്നതുകൊണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോൾ എടുത്തെടുത്തത് തീർന്നു. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് നമുക്കിത് അടച്ച് വെച്ച് ദം ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഹോളുള്ള പോട്ടാണെങ്കിൽ നിങ്ങളതിലൊരു അലുമിനിയം ഫോയിലോ അല്ലെങ്കിൽ ഒരു ഗ്രാമ്പോ എന്തെങ്കിലും വെച്ച് ആ ഹോളൊന്ന് അടച്ച് വെക്കണം കേട്ടോ. എന്നിട്ട് വേണം ദം ചെയ്യാൻ വയ്ക്കാനായിട്ട്. അപ്പോൾ ഞാനൊരു പഴയ പാൻ എടുത്തിട്ടുണ്ട്, ഒരു ദോശക്കല്ല്. അതിലേക്ക് നമ്മുടെ പോട്ട് വെച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ സലാഡിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യമായിട്ടൊരു 1.5 സവാള ഞാൻ എടുത്തിട്ടുണ്ട്, അത് സ്ലൈസ് ചെയ്തെടുക്കാം. അതിലേക്ക് ഒരു പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് ഞെരടി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ബോയിൽ ചെയ്ത് വച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങാണ്. അപ്പോൾ ഉരുളൻകിഴങ്ങ് മൊത്തത്തിൽ കുക്കറിലിട്ട് ഒരു 2-3 വിസിലേപ്പിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ തൊലി കളഞ്ഞ് ഞാനിങ്ങനെ ഞുറുക്കിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതുകൂടെ ചേർത്തിട്ടുണ്ട് ഞാനിതിലേക്ക്. ഇനി നമുക്കിതിൽ ആവശ്യത്തിന് തൈരും കൂടെ ചേർത്ത്, ഉപ്പ് നമ്മൾ ഉരുളൻകിഴങ്ങ് വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ലാത്തതുകൊണ്ട് ഇതിൽ ഉപ്പ് കുറവായിരിക്കും. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ട് ആ ഉരുളൻകിഴങ്ങൊക്കെ എല്ലായിടത്തും സ്പ്രെഡ് ആവുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് മാറ്റി വെച്ചതിന് ശേഷം ചെറിയൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. എണ്ണ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വയ്ക്കാൻ മറക്കരുത്, ഇല്ലെങ്കിൽ പൊടികൾ വേഗം കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ പൊടികൾ ചേർത്ത് ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇനി കുറച്ച് കസൂരി മേത്തി കൂടെ ചേർക്കണം കേട്ടോ. കസൂരി മേത്തി എന്ന് പറയുന്നത് നമ്മുടെ ഉലുവയുടെ ഇല ഉണക്കിയതാണ് കേട്ടോ. അപ്പോൾ അത് കയ്യിലിട്ട് ഒന്നിങ്ങനെ ഇത് ക്രഷ് ചെയ്തിട്ട് അതുകൂടി ഇതിനകത്ത് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മിക്സ് നമ്മുടെ സലാഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് സലാഡിലൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു സലാഡാണിത്. എനിക്ക് നിങ്ങളിതിന് മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ നല്ല ടേസ്റ്റുള്ളൊരു സലാഡാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കോമ്പിനേഷനായിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ ഉറപ്പായിട്ടും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. ഈ ഒരു റൈസും ഈ ഒരു സലാഡും അതിൻ്റെ കൂടെ കുറച്ച് അച്ചാറും പപ്പടം ഉണ്ടെങ്കിൽ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ എല്ലാവർക്കും ഇതുവരെ എൻ്റെ വീഡിയോ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.